പകൽപൂരത്തിനു ശേഷം ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തമ്മിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ തൃശൂർ പൂരത്തിന് കൊടിയിറക്കം. അടുത്ത വർഷത്തെ പൂരത്തിന് കാണാമെന്ന വാഗ്ദാനം കൂടിയാണ് ഉപചാരം ചൊല്ലി പിരിയൽ. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഇത്തവണത്തെ പൂരത്തിന് സമാപനമായിരിക്കുന്നു. എന്തായാലും എങ്ങനെയായിരുന്നു ഉപചാരം ചൊല്ലി പിരിഞ്ഞത്? പൂരപ്രേമികൾ എന്തൊക്കെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു? ഫിജി, എന്തായാലും ഇത്തവണത്തെ 2024 പൂരത്തിന് ഏതാണ്ട് ഒരു സമാപനമായിരിക്കുന്നു. ഇരു വിഭാഗങ്ങളും, അതായത് പാറമേക്കാവും തിരുവമ്പാടി വിഭാഗങ്ങൾ ഈ വടക്കുന്നാഥന് മുമ്പിൽ വന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടുകൂടിയാണ് ഇത്തവണത്തെ പൂരത്തിന് സമാപനമായത്. വലിയ ഒരു ജനപങ്കാളിത്തം നമുക്ക് ഇത്തവണത്തെ പൂരത്തിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രാവിലെ മുതൽ, അതായത് ഇന്നിപ്പോൾ വെടിക്കെട്ട് വളരെ വിവാദമായ രീതിയിൽ, അതായത് ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ടത് അത് രാവിലെ 7:30-ക്ക് ശേഷമാണ് നടക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അതനുസരിച്ചുള്ള ഒരു വൈകൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ആ സമയത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളല്ലാതെ പൂരത്തിൻ്റെ ഭംഗി അതൊരു തരത്തിലും ബാധിച്ചില്ല എന്ന് തന്നെ പറയാം. തുടർന്നുള്ള പകൽ പൂരത്തിൻ്റെ വിശേഷങ്ങളിൽ അതാണ് ഏറ്റവും മനോഹരമായി തന്നെ ഇവിടെ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ, വലിയ പങ്കാളിത്തത്തോടു കൂടി തന്നെ ആ പൂരത്തിൻ്റെ സമാപനമായിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തം നമുക്ക് ഈ വടക്കുന്നാഥൻ്റെ മുന്നിൽ അനുഭവപ്പെടുകയുണ്ടായി. ഇത് തന്നെയായിരുന്നു തവണത്തെ പൂരത്തിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജനപങ്കാളിത്തം തന്നെയായിരുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ കണ്ട നിലയ്ക്കുള്ള നിരവധിയായിട്ടുള്ള ഈ കുടമാറ്റം ഉൾപ്പെടെയുള്ള കുളമാറ്റം, മേളം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുതന്നെയാണ് ഇന്നിപ്പോൾ തൃശ്ശൂർക്കാരുടെ പൂരം ആയിട്ടാണ് ഇന്നത്തെ പൂരം നടക്കുക എന്നുള്ളതാണ്. അത് ഇന്നാണ് ഈ നാട്ടിലുള്ള ആളുകളുടെ പൂരം എന്ന് പറയുന്നത്. ബാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന അവരുടെ ഒരു അതിഥി സൽക്കാരത്തിൻ്റെ പോലെയുള്ള നിലയ്ക്കുള്ള ഒരു പൂരം തന്നെയായിരുന്നു ഇന്നലത്തേത്. പക്ഷേ ഇന്നാണ് ശരിക്കും തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശക്കാർ മുഴുവൻ അതിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അല്ലെങ്കിൽ ഏറ്റവും ആഹ്ലാദത്തോടു കൂടിയൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസം ശരിക്കും ഈ പകൽപൂരം തന്നെയാണ്. എന്തായാലും ഈ പകൽപൂരം അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇരുവിഭാഗങ്ങളും ഈ വടക്കുന്നാഥൻ്റെ മുന്നിൽ വന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷം മെയ് 7-ാം തീയതിയാണ് അടുത്ത പൂരം വരാനിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ തീയതി കുറിച്ചിരിക്കുന്നതും ആ നിലയ്ക്ക് തന്നെ. അപ്പോൾ അടുത്ത മെയ് 7-ന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഇപ്പോൾ നാളെ മുതൽ തന്നെ അടുത്ത പൂരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യം. ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരു വർഷത്തെ പ്രയത്നം, അതെല്ലാമാണ് ഈ 36 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം തന്നെയാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രയത്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ പ്രയത്നത്തിൻ്റെ ഒരു സമ്മോഹന അല്ലെങ്കിൽ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പൂരം ഏറ്റവും മനോഹരമായി തന്നെ ഇവിടെ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടുകൂടി തന്നെ ചടങ്ങുകൾ അവസാനിച്ച് ഇപ്പോൾ പകൽപൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം, ഇവിടെയുള്ള ആളുകളെ മുഴുവൻ വളരെ വേഗം തന്നെ പുറത്തേക്ക് ഇറക്കേണ്ട ഒരു നടപടി അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇവിടെ അതിനുള്ള വെടിക്കെട്ട് കൃത്യമായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ വളരെ വേഗം തന്നെ ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ പൂരപ്പറമ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. അതിനുശേഷമായിരിക്കും പകൽപൂരത്തിൻ്റെ വെടിക്കെട്ടുണ്ടാകും. ശരി ബി, എന്തായാലും ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന് സമാപനമാകുന്നു. കേരള വിഷൻ സമഗ്ര കവറേജാണ് തൃശ്ശൂർ പൂരത്തിന് ഒരുക്കിയത്. എന്തായാലും അതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് കേരള വിഷൻ ടീമും അവിടെ നിന്ന് തിരിക്കുക.